ബി.ജെ.പി. സംസ്ഥാന ഘടകത്തെ ഉലച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഡൽഹിയിൽ വെച്ചായിരിക്കും ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുക. ഫണ്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഉയർന്ന പരാതികളും ഭാരവാഹി യോഗത്തിലെ തർക്കങ്ങളും കേന്ദ്ര നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും പരസ്യമായ ചെളിവാരിയെറിയലും പാർട്ടിക്കും ദേശീയ നേതൃത്വത്തിനും വലിയ നാണക്കേടുണ്ടാക്കിയെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. എന്നാൽ ഇതിനെ മറികടന്ന് മുന്നോട്ടു പോകാനാകും ഇനിയുള്ള നീക്കം. ഭാവിയിൽ ഇത്തരം വിവാദം ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കും. വിഷയം ഗൗരവമായി കാണുന്ന കേന്ദ്ര നേതൃത്വം അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പച്ചക്കൊടി കാട്ടിയേക്കുമെന്നാണ് സൂചന. അമിത്ഷായുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ സംഘടനാ വിഷയങ്ങളും അച്ചടക്ക നടപടികളും പ്രധാന ചർച്ചയാകും. ഇതിനിടെ കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം വലിയ തോതിൽ കത്തുകയും കടുത്ത അമർഷത്തിന് ഇടയാക്കുകയും ചെയ്തു. സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി വേണ്ടത്ര പ്രതിരോധിച്ചില്ല എന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. മുതിർന്ന നേതാക്കളായ കെ.എസ്. രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, ഡോക്ടർ അബ്ദുൾ സലാം എന്നിവർ വിഷയം ശക്തമായി ഉന്നയിക്കുകയും നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുസമൂഹത്തിൽ തങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത്. വിവാദ ശബ്ദരേഖയിൽ ഉൾപ്പെട്ട വൈസ് പ്രസിഡന്റ് കെ സോമനും യോഗത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കൊടകര കുഴൽപ്പണ വിവാദ സമയത്ത് പാർട്ടി നൽകിയ പിന്തുണ ഈ പുതിയ വിഷയത്തിൽ തനിക്ക് ലഭിച്ചില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. തനിക്ക് ലഭിച്ച പരാതികൾ കുമ്മനം രാജശേഖരനും ട്രഷറർ ഇ കൃഷ്ണദാസും അടങ്ങുന്ന അച്ചടക്ക നടപടിക്ക് കൈമാറിയതായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ചിലർക്ക് ഇതിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി അപകീർത്തിപ്പെടുത്താൻ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും ആരോപണ വിധേയരായ നേതാക്കൾക്ക് ആവശ്യമെങ്കിൽ വ്യക്തിപരമായി മാനനഷ്ട കേസ് നൽകാമെന്നും യോഗത്തിൽ ധാരണയായി. തൃശൂരിൽ കോടികളുടെ ഫണ്ട് എത്തിച്ചെന്ന് വെളിപ്പെടുത്തിയ മുൻ ഓഫീസ് സെക്രട്ടറിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായെങ്കിലും അതെല്ലാം അടഞ്ഞ അധ്യായമായി കണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും കുറഞ്ഞത് 3 എംപിമാരെ വിജയിപ്പിച്ചെടുക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ മണ്ഡല പുനർനിർണയം നടപ്പിലായാൽ വിജയലക്ഷ്യം 6 എംപിമാരായി ഉയർത്താനാണ് ബി.ജെ.പി. പ്ലാൻ ചെയ്യുന്നത്. വിവാദങ്ങളുടെ പിന്നാലെ പോകാതെ താഴെത്തട്ടിൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ഭാരവാഹികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച, അമിത്ഷായുമായുള്ള ഈ കൂടിക്കാഴ്ച അത് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ്, കോടികളുടെ ഫണ്ട് തട്ടിപ്പാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും കേരളത്തിലെ പാർട്ടി നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പ്രതികരിക്കുക എന്നതും നിർണായകമാണ്.